السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. ഇന്ന് നമ്മുടെ കേരളത്തിൽ സജീവമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വ്യാജത്വരീകത്ത് കുരുവട്ടൂർ എന്ന് പറയുന്ന ആ വിഭാഗം, അവര് ഈ അടുത്തായി കേരളത്തിൽ അറിയപ്പെട്ട ഒരു ത്വരീകത്തും ഉന്നയിക്കാത്ത ഏറ്റവും വലിയ വിദണ്ഡ വാദങ്ങളാണ് അവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൽഹാമുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അബദ്ധജടിലമായ അവരുടെ വാദം. ആദ്യമായിട്ട് അത് നമുക്കൊന്ന് കേൾക്കാം. എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാ, സൂഫിയാക്കൾ അവരാണ് ഇസ്ലാമിന്റെ ആളുകൾ, അവര് മാത്രമാണ് അല്ലാഹുവിന്റെ ആളുകൾ. പറഞ്ഞില്ലേ ഇമാം ഗസാലി തങ്ങൾ, അവരല്ലേ അത് പറയേണ്ടത്. അവര് പറയുന്നു ഇൽഹാം ഹുജ്ജത്താണ് വഇല്ലം യകുൽ ലഹുമുൽ ഇസ്മ. ഇന്ന് പറഞ്ഞ ഇയാൾക്ക് അന്നെ മറുപടി, അതിന് മഅ്സൂം ഒന്നാകണ്ട, ഇസ്മത്ത് വേണ്ട, അല്ലാഹു കൊടുക്കുന്ന ഇൽഹാം അത് ഹുജ്ജത്താണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഫുഖഹ ഇയാൾ പറഞ്ഞത് ഏറ്റവും വലിയ കളവാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇദ്ദേഹം പറഞ്ഞത്. ബഹുമാനപ്പെട്ട ചെങ്ങാനി ഉസ്താദിനെ ഗണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇത്രയും വലിയ കളവ് ഇമാമുകളുടെ പേരിൽ പറയുന്നത്. എന്താണ് അയാൾ പറയുന്നത്? അയാൾ പറയുന്ന വാദം നിങ്ങൾ ശരിക്കും കേൾക്കണം. ഈ ആശയം ഇയാൾക്ക് ഫതാവൽ ഹദീസിയുടെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ 300 ചില്ലാനും പേജുകളുണ്ട്. ആ പേജുകളുടെ ഇടയിൽ എവിടെയെങ്കിലും അതിൻ്റെ തുടക്കം മുതൽ ഇങ്ങോട്ടും തിരിച്ചും എങ്ങനെ നോക്കിയാലും ഈ ആശയം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്താണ് ഇയാൾ പറയുന്നത്? ഇസ്മത്ത് ഇല്ലെങ്കിലും സൂഫിയാക്കളുടെ അടുക്കൽ ഇൽഹാം ഹുജ്ജത്താണ്. എന്താണ്? ഇസ്മത്ത് ഇല്ലെങ്കിലും ഇൽഹാം സൂഫിയാക്കളുടെ അടുക്കൽ ഹുജ്ജത്താണ് എന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിയയിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അത് തെളിയിക്കാൻ കുരുവട്ടൂരിലെ ആലയത്തിലെ ഒരാൾക്കും സാധിക്കുകയില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് തെളിയിക്കണം. ഫതാവൽ ഹദീസിയുടെ പേര് പച്ചക്കള്ളം, ത്വരീഖത്തിന്റെ പേര് പറഞ്ഞ് കളവ് മാത്രം പറഞ്ഞ് പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞ്, അതുപോലെ ഇമാമുകൾ തെറി പറഞ്ഞ് അവരെ അധിക്ഷേപിച്ച് അവരെ ആക്ഷേപിച്ച് നിസ്സാരപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു തേരോട്ടം അത് അവസാനിപ്പിക്കണം. ഇൻഷാ അല്ലാഹ്. എന്താണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇയാൾ വായിച്ച ആ ഭാഗത്തിൽ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നത്? നാം ശരിക്കൊന്ന് നോക്കിയാൽ ഇയാൾ പറയുന്ന എല്ലാ വാദങ്ങൾക്കും മറുപടി ഈ ഒരൊറ്റ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹെഡിങ് അതിന്റെ താഴെ വായിച്ചാൽ എല്ലാത്തിനും മറുപടി എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാർക്ക് ഇൽഹാമില്ലെങ്കിലും അവരുടെ സ്ഥാനം അത് കുറക്കലാണ് ഇയാൾ കൊണ്ടുവരുന്ന വാദങ്ങളാണ്. അതുപോലെ അവരുടെ ആ ഇൽഹാം ഹുജ്ജത്താണ് എന്ന് പറഞ്ഞ് ഫുഖഹാക്കളുടെ അടുക്കലും ഹുജ്ജത്താണെന്ന് സമർത്ഥിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കട്ട് വായിക്കുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ വിദണ്ഡ വാദങ്ങളുണ്ടോ അതിനൊക്കെയും ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ ഒരു പേജ്, ഈ ഒരു ഹെഡിങ്ങിന്റെ താഴെ വായിക്കുമ്പോൾ മാത്രം നമുക്ക് സാധിക്കും കാണാൻ. നമുക്കൊന്ന് നോക്കിയാൽ, ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇയാൾ പറഞ്ഞ ആ ഉദ്ധരണി കൊണ്ടുവരുന്നതിന്റെ ഹെഡിങ് ആയിട്ട് കൊണ്ടുവരുന്നത് മത്ലബുൻ ഫീ അന്നൽ ഇൽഹാമ ലൈസ ബിഹുജ്ജത്തിൻ അലാ മാ ഹുവൽ അർജഹു ഇൻദൽ ഫുഖഹാഇ. ഈ കുരുവട്ടൂര് നൗഷാദ് വായിച്ച ആ ഇബാറത്തിന്റെ ഹെഡിങ് ആണ് ഞാൻ വായിക്കുന്നത്. ഫുഖഹാക്കളുടെ അടുക്കൽ അർജഹായ അഭിപ്രായ പ്രകാരം അവരുടെ ഇൽഹാം ഹുജ്ജത്ത് അല്ല. എന്താണ് ഹെഡിങ്? ഫുഖഹായുടെ അടുക്കൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അടുക്കൽ ഇൽഹാം ഹുജ്ജത്ത് അല്ല.
അല്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന അതിന്റെ അകത്തളങ്ങളുള്ള വാദങ്ങളാണ്, ഇബാറത്തുകളാണ് കട്ടുവായിച്ചത്. ഇനി നമുക്കൊന്ന് നോക്കാം. വഖ്തലഫൽ ഉലമാ, പണ്ഡിതന്മാര് അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഏതാണ് അഭിപ്രായ വ്യത്യാസം? ഫി ഹുജ്ജിയത്തിൽ ഇൽഹാമി ബിഖൈദിഹി സാബിഖി, നേരത്തെ ബഹുമാനപ്പെട്ട ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉപാധിയുണ്ട്, അഥവാ ലാഹിറു ശരീഅത്ത്, പ്രകടമായ ശരീഅത്തിന്റെ നിയമങ്ങളിൽ ഒരു പോറലും ഇല്ലാത്ത രൂപത്തിലുള്ള ഇൽഹാം, അത് ലക്ഷ്യം പിടിക്കാൻ പറ്റുമോ, തെളിപിടിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാര് അഭിപ്രായ വ്യത്യാസം, അത് പറ്റുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, അങ്ങനെ ഫൽ അർജഹു ഇൻദൽ ഫുഖഹാ അന്നഹു ലൈസ ബിഹുജ്ജ, അർജഹായ അഭിപ്രായ പ്രകാരം ഈ നിബന്ധനയോടുകൂടെ, ഏത് നിബന്ധന? ലാഹിറു ശരീഅത്തിനോട് യോജിച്ച നിലക്കുള്ള ഇൽഹാമാണോ, എന്നാൽ പോലും അത് ഹുജ്ജത്തല്ല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ചങ്ങാരി ഉസ്താദ് പറഞ്ഞ അത് ആ ഇബാറത്തിനോട്, ജംബുൽ ജബാമിന്റെ ഇബാറത്തിനോട് സമാനമായ പ്രയോഗമാണ്. ഇത് ലാ സിഖത ബി ഖവാതിരി ഗൈരിൽ മഅ്സൂമി, മഅ്സൂം അല്ലാത്തവരുടെ മനസ്സിൽ നിന്ന് ഉദിച്ചു വരുന്ന ആശയങ്ങളായതുകൊണ്ട് അവരുടെ ആശയങ്ങൾക്ക് നിലനിൽപ്പില്ല, സത്യസന്ധതയില്ല, അതിരിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് സ്വീകാര്യോഗ്യമല്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫുഖഹാക്കളുടെ അഭിപ്രായം പറയുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കുകളാണ് ഈ നൗഷാദ് കുരുവട്ടൂർ അവന് ആ വ്യക്തി കട്ടുകൊണ്ടുള്ള പ്രയോഗം നടത്തുന്നത്. നോക്കിക്കോളൂ. എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാ ഇൻദ സൂഫിയ അന്നഹു ഹുജ്ജ. ഇവിടെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഹുജ്ജത്ത് അല്ല, വഖ്തലഫൽ ഉലമാ എന്ന് പറഞ്ഞിട്ട് ലൈസ് അന്നഹു ലൈസ ബിഹുജ്ജ, ഹുജ്ജത്ത് അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അദ്ദേഹം ഈ ഇബാറത്ത് അതിന്റെ ഇടയിൽ പിന്നെ വഖ്തലഫൽ ഉലമാ ഫി ഹുജ്ജത്തിൽ ഇൽഹാമി ബിഖൈദിഹി സാബിഖി ഫൽ അർജു ഇൻദൽ ഫുഖഹാ അന്നഹു ലൈസ ബിഹുജ്ജ, ഹുജ്ജത്ത് അല്ല എന്നാണ് അവിടെയുള്ളത്. എന്നാൽ ഇയാൾ പറയുന്നതോ ഹുജ്ജത്താണ്, ആണ് എന്നാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അല്ല എന്നാണ്, ഇയാൾ പറയുന്നത് ആണ് എന്നാണ്. അപ്പോ ആരെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഒന്നുകൂടി അദ്ദേഹം പറയട്ടെ. അയാൾ പറയുന്ന ആ വാദം നമ്മളൊന്ന് കേൾക്കാം. എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട റളിയല്ലാഹുവിന്റെ പേരിൽ വീണ്ടും കള പറയുകയാണ്. വഖ്തലഫൽ ഉലമാ പിടികൂടും. കണ്ടില്ലേ? വഖ്തലഫൽ ഉലമാ ഫീ ഹുജ്ജിയത്തിൽ ഇൽഹാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാ ഇൻദ സൂഫിയ അന്നഹു ഹുജ്ജ. സൂഫിയാക്കൾ അവരാണ് ഇസ്ലാമിന്റെ ആളുകൾ, അവര് മാത്രമാണ് അല്ലാഹു, സൂഫിയാക്കൾ മാത്രമാണ് അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ വ്യാജത്തരീക്കക്കാരെ കുറിച്ചല്ല, അത് യഥാർത്ഥ സൂഫികളായ ആളുകളെ കുറിച്ചാണ്. പണ്ഡിതന്മാരെ ചീത്ത പറയുന്ന, അതുപോലെ ഉസ്താദുമാരെ നിസ്സാരപ്പെടുത്തുന്ന, മുഴുവൻ ജനങ്ങളെ ഈഴ്ത്തുന്ന അവരെ കുറിച്ചല്ല പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയട്ടെ. പിടികൂടും. വഖ്തലഫൽ ഉലമാ ഫീ ഹുജ്ജിയത്തിൽ ഇൽഹാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാ ഇൻദ സൂഫിയ അന്നഹു ഹുജ്ജ. സൂഫിയാക്കൾ അവരാണ് ഇസ്ലാമിന്റെ ആളുകൾ, അവര് മാത്രമാണ് അല്ലാഹുവിന്റെ ആളുകൾ. പറഞ്ഞില്ലേ ഇമാം ഗസാലി തങ്ങൾ? അവരല്ലേ അത് പറയേണ്ടത്? അവര് പറയുന്നു ഇൽഹാം ഹുജ്ജത്താണ് വഇല്ലം യകുൽ ലഹുമുൽ ഇസ്മ. ഇന്ന് പറഞ്ഞ ഇയാൾക്ക് അന്നെ മറുപടി, അതിന് മഅ്സൂം ഒന്നാകണ്ട, ഇസ്മത്ത് ഹുജ്ജ, ഇസ്മത്ത് വേണ്ട, അല്ലാഹു കൊടുക്കുന്ന ഇൽഹാം അത് ഹുജ്ജത്താണ് എന്നിങ്ങനെ പറഞ്ഞു. ഇയാൾക്ക് ലോങ് ജമ്പിലും ഹൈ ജമ്പിലൊക്കെ ഇബാറത്ത് കക്കുന്ന വിഷയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാം. ഇബാറത്ത് കക്കുന്ന വിഷയത്തിൽ ലോങ് ജമ്പും ഹൈ ജമ്പും എല്ലാത്തിനും ഒന്നാം സ്ഥാനം ഇയാൾക്ക് തന്നെയാണ്. ഇയാളെ പോലെ അതുപോലെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേറെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറയാം വഇൻദ സൂഫിയത്തി അന്നഹു ഹുജ്ജ, ഹുജ്ജത്താണ് സൂഫിയാക്കളെടുക്കൽ ഇൽഹാം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഇയാളെ സൗകര്യപൂർവ്വം കക്കാണ്. എന്തുകൊണ്ട്? ഇയാൾക്ക് പറ്റാത്ത ഇബാറത്ത് ഇവിടെ ഉണ്ട്. എന്താണത്? മിമ്മൻ ഹഫിളഹുല്ലാഹു ഫീ സായിരി അഅമാലിഹി ളാഹിറത്തി വൽ ബാത്തിന, പ്രകടമായതും ആന്തരികമായതും ബാഹ്യമായതുമായ അവരുടെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല അവരെ കാത്ത് സംരക്ഷിച്ച ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളിൽ നിന്ന് ഹുജ്ജത്താണ്.
എന്നാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ ഫുഖഹാക്കളുടെ ഹുജ്ജത്താണ് എന്ന് പറയുന്നിടത്ത് പറയുന്നത്. എന്നാൽ ഇയാൾ സൂഫിയാക്കളുടെ ഹുജ്ജത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ചാട്ടം വഇല്ലം യകുൽ ലഹുമുൽ ഇസ്മ, ലോങ് ജമ്പ്, ഒന്നാം സ്ഥാനം. എന്താണെന്നറിയോ? ഹിസ്മത്ത് ഇല്ലെങ്കിലും അത് ഹുജ്ജത്താണ്. അങ്ങനെയില്ല. അങ്ങനെ ഇബ്നു ഹജർ റളിയല്ലാഹുവിന്റെ പിന്നെ ഫതാവുൽ ഹദീസിൽ അങ്ങനെയല്ല ഉള്ളത്. അതിന്റെ ആശയം അങ്ങനെയല്ല. ഇന്ത ഹുജ്ജത്താണ് സൂഫിയാക്കളുടെ ലാഹിറും ബാത്തിനുമായ അമലുകൾ അല്ലാഹു തആല സൂക്ഷിച്ച ആളുകളിൽ നിന്നിട്ട് അവരിൽ നിന്ന് ഹുജ്ജത്താണ് എന്നാണ്. എന്നാൽ ഇയാൾ പറഞ്ഞത് ഇസ്മത്ത് ഇല്ലെങ്കിലും അവർ ഹുജ്ജത്താണ് എന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അത് എവിടെയാണ് പറയുന്നത്? വഇല്ലം യകുൽ ലഹുമുൽ ഇസ്മത്തു എന്നുള്ളത് നോക്കൂ. വഇന്ദ സൂഫിയത്തി ഹുജ്ജ. അതിനുശേഷം നോക്കിക്കോളൂ നിങ്ങൾ, മിമ്മൻ ഹഫളഹുല്ലാഹു ഫീ സായിരി അഅമാലിഹി ളാഹിറത്തി വൽ ബാത്തിന എന്ന് പറഞ്ഞ് വൽ ഔലിയാ എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് എന്ന പ്രയോഗം വരുന്നത്. നോക്കി എത്ര ലോങ് ഉണ്ട്. കുരുവട്ടൂരിന്ന് ഇയാൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഇയാളെ കാട്ടുളപ്പൊക്കെ കഴിഞ്ഞു. അവസാനം കൂടെയുള്ള പിന്നെ ഇയാളെ അബ്ദുസമദിന്റെ നാടൊക്കെ കഴിഞ്ഞിട്ട് കുറെ ദൂരത്തോളം ഇയാളെ കാട്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. എന്നിട്ടാണ് വീണ്ടും പറയുന്നത്. എന്നാൽ നമുക്ക് നോക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, എന്നാൽ ഹുജ്ജത്തല്ല എന്ന് പറയുമ്പോൾ അവരുടെ പദവിക്ക് പ്രശ്നമുണ്ടോ? ഔലിയാക്കന്മാരുടെ ഉന്നതമായ സ്ഥാനത്തിന് പ്രശ്നമുണ്ടോ? അതില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്രയോഗമാണ്. ശേഷം അതിന്റെ ഇടയിൽ നിന്നാണ് കട്ടെടുത്തത്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ടവർ പറയാം വൽ ഔലിയാ, എന്നാൽ ഔലിയാക്കന്മാർ വഇല്ലം യകുൽ ലഹുമുൽ ഇസ്മത്തു, അവർക്ക് ഇസ്മത്തില്ല എന്നതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കാമല്ലോ എന്നതുകൊണ്ട് അവർക്ക് ഇസ്മത്തില്ല എങ്കിൽ പോലും അവരുടെ ഉന്നതമായ ഔലിയാക്കന്മാരുടെ പദവിയോട് ഇത് എതിരല്ല. എന്ന് പറഞ്ഞാൽ ഇസ്മത്തില്ല എന്നതുകൊണ്ട് അവർക്ക് അവരുടെ ഇൽഹാം ഹുജ്ജത്തല്ല എന്നത് അവരുടെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എതിരല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഇവർ പറയുന്നത് തെറ്റ് സംഭവിക്കുകയില്ല? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ജവാസി വഖൂഇ ദംബി മിൻ ആരുന്ന് തെറ്റ് സംഭവിക്കാം എന്നാണ് പറയുന്നത്, അപൂർവമായിട്ടെങ്കിലും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാം വമിൻ സമ്മ, ഇത് കാരണം കൊണ്ടാണ് ജുനൈദ് റളിയല്ലാഹു ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ചോദിച്ചു, യസ്നിൽ വലിയു, ഒരു വലി പിന്നെ വ്യഭിചരിക്കുമോ എന്ന് ചോദിച്ചു. ഫഖാല, മഹാനവർകൾ പറഞ്ഞു, വക്കാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ, അല്ലാഹുവിന്റെ വിധി അനുസരിച്ച് അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് സംഭവിക്കുന്ന കാര്യമാണ് അല്ലാഹു തആലയുടെ തീരുമാനത്തിലുള്ളതെങ്കിൽ അത് സംഭവിക്കാം. പക്ഷേ ലാകിൻ ലഹുമുൽ ഹിഫ്ളു, പക്ഷേ അവർക്ക് ഹിഫ്ളുണ്ട്. കട്ടുവായി കണ്ട എങ്ങനെയാണ് ഈ ഹിഫ്ൾ ഉള്ളത്? ഫലാ തഖൗ മിൻഹും കബീറത്തുൻ വലാ സഗീറത്തുൻ ഗാലിബാ, അധികമായിട്ടും അവരിൽ നിന്ന് തെറ്റ് ചെറുതോ വലുതോ ആയ തെറ്റുകൾ അധികമായിട്ടും അവരിൽ നിന്ന് വരൂല, കൂടുതലും വരാതിരിക്കലാണ് ഉണ്ടാകുന്നത്. പക്ഷേ എന്നാലും അപൂർവമായിട്ട് ഉണ്ടാകാം. എന്നാൽ അമ്പിയാക്കന്മാർക്ക് ഉണ്ടാകുന്ന ഇസ്മത്ത് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇസ്മത്ത് അങ്ങനെയല്ല, ഒരു തെറ്റും അവരിൽ നിന്ന് ഉണ്ടാവുകയേ ഇല്ല. കണ്ടോ എന്തൊരു തിരിമറിയാണ് നടത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഹെഡിങ്ങിൽ പറയുന്നത് ഫുഖഹാക്കളുടെ ഇൽഹാം തെളിവല്ല. ശേഷം പറയുന്ന വാക്ക് ഹുജ്ജത്തല്ല, അവരുടെ പിന്നെ മഅ്സൂമല്ലാത്ത അല്ലാഹു തആല പാപ സുരക്ഷിതം എന്ന് പറയുന്ന ഒന്നാം സ്ഥാനമാകുന്ന ആ പാപ സുരക്ഷിതത്വത്തിന്റെ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ള നബിമാർ, അതുപോലെ മലക്കുകൾ, അവരുടെ പിന്നെ മനസ്സകങ്ങളിൽ നിന്നും വരാത്തത് കൊണ്ട് അതിന് ഉറപ്പില്ല, വിശ്വസിക്കാൻ പറ്റൂല. അത് ഇബ്ലീസിന്റെ സ്വാധീനം അവരിൽ ഉണ്ടാകാം, അല്ലാത്ത നല്ല ഇൽഹാമും അവരിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയാൻ പറ്റൂല, ജനങ്ങൾ വസ്വാസാകും. അതുകൊണ്ട് തന്നെ സൂഫിയാക്കളുടെ എല്ലാ നിബന്ധനയും പാലിച്ചിട്ടാണെങ്കിൽ സൂഫിയാക്കളുടെ ഹുജ്ജത്താണ് എന്ന് പറയാം. പക്ഷേ ഫുഖഹാക്കളുടെ അടുക്കൽ അത് പിന്നെ തെളിവല്ല. ഇതാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇയാൾ നേരെ തിരിച്ചാണ്. ഇതാണ് ത്വരീഖത്ത് എന്ന് പറയുന്ന ഇവരുടെ ഉന്നതമായ സ്ഥാനത്തിന്റെ ഒന്നാമത്തെ അടയാളം.
കിതാബുകൾ തിരിമറി നടത്തുക, ഇമാമുകളുടെ പേരിൽ കള്ളം പറയുക, പഠിപ്പിച്ച ഉസ്താദിനെയും സ്ഥാപനത്തിനെയും അതുപോലെ അവരെയൊക്കെ നിസ്സാരപ്പെടുത്തുക, പരിഹസിക്കുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അതാണ് ഈ ത്വരീഖത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഹഖ് ഹഖായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.